ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശരത്ത് പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. പ്രിയങ്കയോട് ശരത്ത് സാധനം എവിടെയെന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു, ശരത്ത് നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ദാ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് ആഭരണവുമായിട്ട് പ്രിയങ്ക ശരത്തിനെ കാണാൻ പോകുന്നത് അപ്പുറത്ത് മാറി നിന്ന രാധിക എല്ലാം കേൾക്കുന്നു. പിന്നീട് പുറത്തു നിൽക്കുന്ന ശരത്തിനരികിലേക്ക് ആഭരണവുമായി പ്രിയങ്ക എത്തി. ആ ആഭരണം വാങ്ങിച്ചതിന് ശേഷം ശരത്ത് ചോദിച്ചു, അല്ല പ്രിയങ്ക, നമ്മുടെ കമ്പനിക്ക് ഇടാൻ പോകുന്ന പേരെന്താണ്? നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചോ എന്ന് ചോദിച്ചതും, അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ശരത് എന്ന് പ്രിയങ്ക മറുപടി നൽകി. ഉടനെ പ്രിയങ്കയോട് ശരത്ത് പറഞ്ഞു, അതെ, ഞാൻ ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു, വളരെ നല്ല പേരാണെന്നാണ് പറഞ്ഞത്, അത് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു, ഞാൻ പറയട്ടെ അത് എന്ന് പറഞ്ഞതും, എന്താ എന്താ ശരത്ത് പേരാ എന്ന് പ്രിയങ്ക ചോദിച്ചു. PQ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ക്വീൻ, അതാണ് നമ്മുടെ കമ്പനിക്ക് ഇടാൻ പോകുന്ന പേര് എന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രിയങ്ക വലിയ സന്തോഷത്തിലായി. ശരി ശരി, നീ കാര്യങ്ങൾ വേണ്ട പോലെയൊക്കെ ചെയ്യണം. അപ്പോഴേക്കും പ്രിയങ്കയോട് ആകാശ് ഉടനെ ശരത്ത് പറഞ്ഞു, പ്രിയങ്ക വേഗം നീ നിന്റെ ആധാർ കാർഡിന്റെ കോപ്പി ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യണം. അത് കേട്ടപ്പോഴേക്കും പ്രിയങ്ക ചോദിച്ചു, അതെന്താ കാര്യം, അതിന്റെ ആവശ്യം എന്താ? അത് പിന്നെ വേറൊന്നുമല്ല, നിന്റെ പേരിൽ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ കാർഡും മറ്റുമൊക്കെ ആവശ്യമാണ്. അപ്പോഴേക്കും പ്രിയങ്ക ചോദിച്ചു, അല്ല ശരത്തെ, നമ്മൾ രണ്ടുപേരുടെയും കൂടെ പേരിലല്ലേ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ നീ ഇപ്പൊ ഇങ്ങനെ എൻ്റെ പേരിൽ മാത്രം ആക്കുന്നത് എന്ന് ചോദിച്ചതും ശരത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ആകാശത്ത് പറന്നു പോകുമ്പോൾ ഞാനിങ്ങനെ താഴെ നിന്നത് കൊണ്ട് ആസ്വദിച്ചോളും, അതാണ് ഒരു നല്ല ഫ്രണ്ടിന്റെ കടമ, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടണ്ട, എന്നാൽ ഞാൻ വേഗം പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് പോകുമ്പോൾ പ്രിയങ്ക ശരത്ത് പറഞ്ഞ് ആ പേര് കേട്ട് വലിയ സന്തോഷത്തോടെ അത് തന്നെ ഓർത്ത് താൻ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ മുതലാളിയാവുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രിയങ്ക നിൽക്കുമ്പോൾ കണിമംഗലത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പരമേശ്വരൻ മടങ്ങിയെത്തി. ബിജുവും ഗൗതമും വരുണും പത്മിനിയും കൂടി പരമേശ്വരനെ കൂടെ കൂട്ടി. പരമേശ്വരൻ കാറിൽ നിന്നിറങ്ങിയതും വരുണും പത്മിനിയും കൂടി പരമേശ്വരന്റെ ഇരു കൈകളും കയറി പിടിച്ച് അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ തുടങ്ങുമ്പോൾ പരമേശ്വരൻ ചോദിച്ചു, അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തിനാ എന്നിങ്ങനെ കൈ മാറി മാറി പിടിക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ എനിക്കൊന്നും വയ്യായിക ഉള്ള പോലെ തോന്നുമല്ലോ. അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് ഈ വയ്യായിക ഇല്ലാതാക്കാനാണ്. ഇപ്പോൾ ഞാൻ ഒരു കുഴപ്പവുമില്ലാതെയാണ് മടങ്ങിയെത്തിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞതും പരമേശ്വരന്റെ വാക്കുകൾ കേട്ട് ശരിയെന്ന് പറഞ്ഞ് വരുണും പത്മിനിയും സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പരമേശ്വരനും കൂടി അകത്തേക്ക് കയറി. പരമേശ്വരൻ അകത്തേക്ക് എത്തിയതും അമ്മയെ അമ്മയെ എന്ന് വിളിച്ചതും ജയഭാരതി ഓടിയെത്തി. മോനെ പരമേശ്വര, നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, വയ്യായികയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പരമേശ്വരൻ ചോദിച്ചു, വയ്യായിക ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, വയ്യായിക ഇല്ലാത്തതുകൊണ്ടല്ലേ തിരിച്ച് വീട്ടിലേക്ക് വന്നത്, ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞതും പരമേശ്വരൻ നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞ് പരമേശ്വരനോട് നോക്കി ചിരിച്ചുകൊണ്ട് ജയഭാരതി നിന്നു. അപ്പോഴാണ് അപ്പുറത്ത് മാറി നിൽക്കുന്ന വരുണിനെ ജയഭാരതി കണ്ടത്. വരുണിന്റെ അരികിലേക്ക് എത്തി ദേഷ്യത്തോടെ ജയഭാരതി പറഞ്ഞു, ശരി, നിന്നെ കാണാതായാലേ ഇവിടെ ആർക്കും സങ്കടമില്ലെന്നാണോ നിന്റെ വിചാരം? നീ ഇങ്ങനെ മാറി നിന്ന് ഇതുപോലെ മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നീ ഇങ്ങനെ ഉണ്ടായാലുണ്ടല്ലോ, നീ എല്ലാവരോടും പറയാറുണ്ടല്ലോ ഞാൻ അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്, അതൊക്കെ നീ വെറുതെ പറയുന്നതല്ലേ എന്ന് ചോദിച്ചിട്ടും ഉടനെ അത് പിന്നെ മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശി സോപ്പിടാനായി വരുൺ ഒരുങ്ങുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, വേണ്ട വേണ്ട, നിന്റെ സോപ്പിങ്ങൊന്നും വേണ്ട, ഇനി ഇതുപോലെ എല്ലാവരെയും പറ്റിച്ചെങ്ങോട്ടെങ്കിലും പോയി പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ മാറി നിന്നാലേ പിന്നെ നീ തിരിച്ചു വരുമ്പോഴേ നീ ഇവിടെ പേടിച്ചു പോകും, അതായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടും, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ എന്റെ മുത്തശ്ശി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വീണ്ടും സോപ്പിട്ട് തുടങ്ങുന്ന വരുണിനോട് മുത്തശ്ശി പറഞ്ഞു, അതെ, ഇനിയും ഇങ്ങനെയൊന്നും നീ കാണിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല എൻ്റെ പൊന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയും വരുണും കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അവരെല്ലാവരും വന്നതിൻ്റെ സന്തോഷത്തിൽ സൂര്യ വേഗം വീൽ ചെയറിൽ അവിടേക്ക് എത്തി. അച്ഛാ, എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ ICUയിൽ ആരെങ്കിലും കയറ്റുമോ, എന്നെ കാണിക്കുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു, അതാ ഞാൻ വരാതിരുന്നത്. ഉടനെ തന്നെ വരുൺ അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ സൂര്യ പറഞ്ഞു, വരുൺ, എന്തായാലും നീയും എത്തിയല്ലോ, ഇത്രത്തോളം ഒന്നും ഒരു അനുജന്മാര് സാധാരണ കാണിക്കാറുള്ളത് പോലെ എന്നെ വെറുതെ ഒരു കുശലാന്വേഷണം നടത്തി നീ അങ്ങ് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതും വരുൺ അരികിലേക്ക് എത്തിയും സൂര്യയുടെ അരികിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വരുൺ സൂര്യയോട് സങ്കടത്തോടെ ക്ഷമയാചിച്ചു. ഇതെല്ലാം കേട്ടതിന് ശേഷം അവസാനം സൂര്യ പറഞ്ഞു, ശരി പോട്ടറ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഉടനെ എല്ലാം നന്നായല്ലോ, ഇനിയും വരുൺ നീ വേഗം പോയി പ്രിയങ്കയെ വിളിച്ചോണ്ട് പോവാ. അത് കേട്ടതും പെട്ടെന്ന് വരുൺ ചോദിച്ചു, അത് പിന്നെ അച്ഛാ അതിപ്പോ വേണോ എന്ന് ചോദിച്ചതും, വേണം വേണം, ഇനി ഇക്കാര്യത്തിൽ വേറൊരു വേണ്ട, ഇവിടേക്ക്
പ്രിയങ്ക ഉടനെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുമ്പോൾ അത് കേട്ട് നിന്ന കൽപ്പന ചോദിച്ചു, അല്ലച്ചാ പ്രിയങ്ക എന്തിനാ ഇവിടേക്ക് വിളിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവളിവിടെ ചെയ്ത് കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇവിടേക്ക് വന്ന് കയറുന്നവരൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളായി വീട്ടിലുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, അതെ, അത് ശരിയാ ഏട്ടത്തി, ഇവിടേക്ക് വന്ന് കയറുന്നവർ എല്ലാവരും പ്രശ്നക്കാർ തന്നെയാണ്. അത് ഓരോന്നും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അതെല്ലാം കേട്ട ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, വരുൺ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് നിന്റേതായ അഭിപ്രായമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, പ്രിയങ്ക മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിന്നോട് അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ വെറുതെ ഇത്തരം കാര്യങ്ങളിൽ ശാഠ്യം പിടിക്കാതിരിക്കുന്നതാണ് വരുൺ നല്ലത്. നീ അച്ഛൻ പറഞ്ഞ അനുസരിക്ക് എന്ന് പറയുമ്പോൾ അത് കേട്ട കൽപ്പന പറഞ്ഞു, അല്ലെങ്കിൽ ഈ കുടുംബത്തോട് എന്തൊക്കെ അനീതിയും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാട്ടിയാലും അതൊന്നും ആരും വകവയ്ക്കില്ലല്ലോ. അതാണല്ലോ ഈ കുടുംബത്തെ എന്നും സംഭവിക്കാറുള്ളത്. അതുകൊണ്ടല്ലേ ഈ വീട് ഇതുപോലെയൊക്കെ ആയത് എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു, എടുത്തി, അതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എടുത്തി പറഞ്ഞതും ശരി തന്നെയാണ്. അത് എല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് വരുൺ പറഞ്ഞു, ശരി, എന്തായാലും അച്ഛന്റെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഞാൻ പ്രിയങ്കയെ തിരികെ വിളിക്കാം എന്ന് വരുൺ സമ്മതിച്ചു. പിന്നീട് സുകുമാരിയുടെ കാല് തിരുമിക്കാനായി കാല് തീപ്പൊയിൽ കയറ്റി വെച്ചിട്ട് രാധികയോട് കാല് തിരുമാനായി നിർബന്ധിക്കുന്നു. തൊട്ട് അരികിൽ തന്നെ സെറ്റിയിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്ക നോക്കി മുത്തശ്ശി പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ വേഗം പോയി കുളിച്ച് സുന്ദരിയായിട്ട് ഒക്കെ ഒരുങ്ങിയൊക്കെ ഇരിക്കുകയും ഇതുപോലെയൊക്കെ ചില പിണക്കങ്ങൾ എല്ലായിടത്തും സംഭവിക്കും, സ്വാഭാവികമാണ്. അപ്പോഴും രാധിക കാല് തിരുമുന്നതിനിടയിൽ സുകുമാരി വീണ്ടും രാധികയെ ചീത്ത വിളിച്ചു. അങ്ങോട്ട് ശരിക്കുന്ന തിരുമടി എന്നെല്ലാം പറഞ്ഞ് രാധികയോട് ദേഷ്യപ്പെടുന്നു. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ യശോദ ചോദിച്ചു, എന്തിനാ അമ്മേ, അമ്മ വെറുതെ പാവം രാധിക മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അമ്മയ്ക്ക് തലയ്ക്കല്ലേ വേദനയും മുറിവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, പിന്നെ കാല് തിരുമിക്കുന്നത് എന്തിനാണമ്മേ എന്ന് ചോദിച്ചിട്ടും ഇവളെന്റെ കാലെ തൊടുന്ന എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ കാല് അതുപോലെ വേദന എടുത്തിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ദേവനാരായണൻ പറഞ്ഞു, എന്നാ വാ അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, അതല്ലേ നല്ലത്. അപ്പോഴേക്കും ഉടനെ സുകുമാരി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സുകുമാരി അത് സാരമില്ല എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ദേവനാരായണൻ ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, യശോദേ, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, പിന്നെ കണിമംഗലം വരെ ഒന്ന് പോകും എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, കണിമംഗലത്തേക്കോ? അതെന്തിനാ? അത് ശരി, അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, കൊച്ചുമകളെ കൊഞ്ചിച്ചുകൊണ്ട്, എന്നാലേ ബാക്കിയുള്ളവരുടെ മനസ്സിൽ തീയാണ് എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ദേവനാരായണൻ വാതിൽ കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നൊരു കാറ് വന്ന് മുന്നിൽ നിന്നു. അത് കണ്ട സന്തോഷത്തിൽ ദേവനാരായണൻ വിളിച്ചു പറഞ്ഞു, യശോദേ, ദാ വരുൺമോൻ വന്നു. അത് കേട്ട ഉടനെ യശോദ വരുണിനെ കാണാനായി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വരുൺ വന്നു എന്ന് അറിഞ്ഞത് കേട്ട് രാധിക ഒന്ന് നോക്കുന്നത് കണ്ടതോടെ സുകുമാരി രാധികയോട് ദേഷ്യപ്പെട്ടു, അതെ, നീ വരുണിന്റെ 7 അയലത്ത് പോലും വന്നു പോകരുത്, മനസ്സിലായോ? പ്രിയങ്കയും വരുണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ, അതിനെല്ലാം കാരണക്കാരി നീ മാത്രമായിരിക്കും. അതുകൊണ്ട് വരുൺ ഇവിടെ നിന്ന് പോകുന്നത് വരെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മാറിപ്പോയിക്കണം എന്ന് പറഞ്ഞപ്പോൾ രാധിക എഴുന്നേറ്റ് വരുണിനെ കാണാനായിട്ട് ഒന്ന് എത്തിവലിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും സുകുമാരി രാധികയുടെ മുഖത്തിനിട്ട് തീമുന്നു. അതെ, നിന്നോടടി പറഞ്ഞത്, പോയി അകത്ത് പോയിരിക്കടി, വരുൺ മോൻ ഇവിടുന്ന് പോകുന്നത് വരെ നിന്നെ വെളിയിലേക്ക് കണ്ടുപോകരുത്, അങ്ങനെ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും യശോദയും ദേവനാരായണനും കൂടി വരുണിനെ പുറത്തേക്ക് ചെന്ന് സ്വീകരിച്ചു. അങ്ങനെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് മോനെ എന്ന് ദേവനാരായണൻ അന്വേഷിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജായി വീട്ടിൽ വന്നു, ഇപ്പം സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വരുൺ മറുപടി നൽകി. അപ്പോഴേക്കും യശോദയും ദേവനാരായണനും വരുണിനെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മുത്തശ്ശിയും പ്രിയങ്കയോടെ നിൽക്കുന്ന കണ്ട് വരുൺ അവിടേക്ക് എത്തി. വരുണിനോട് മുത്തശ്ശി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. വരുൺ, അച്ഛനിപ്പം കുറവുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദേവനാരായണൻ പറഞ്ഞു, അതെ മോനവിടെ ഇല്ലാതിരുന്നപ്പോൾ അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി, അവിടെ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ അവിടെ വന്ന് പ്രിയങ്ക മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. മോള് ഞങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ മകളായതുകൊണ്ട് അവൾ പറഞ്ഞത് മുഴുവനായിട്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടോ ഇല്ല. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നും എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾക്കൊന്ന് അറിയണം. അതിനുവേണ്ടി മോനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ദേവനാരായണൻ അറിയിച്ചു. അത് കേട്ടതും ഉടനെ ദേവനാരായണനോട് വരുൺ പറഞ്ഞു, അത് പിന്നെ എനിക്ക് പ്രിയങ്കയോടൊന്ന് സംസാരിക്കണം. ഉടനെ തന്നെ യശോദ പറഞ്ഞു, മോനെ, ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൻ അതെല്ലാം ക്ഷമിക്കണം. ഞങ്ങള് അതിന് മോനോട് മാപ്പ് ചോദിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കണമെന്ന് വരുൺ അറിയിച്ചു. സുകുമാരി പറഞ്ഞു, സംസാരിച്ചു, പക്ഷെ മോൻ ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം എന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടത് കേട്ട് വരുൺ പറഞ്ഞു, ആദ്യം ഞാനും പ്രിയങ്കയും കൂടെ ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് വിവരങ്ങൾ പറയാം എന്ന് വരുൺ മറുപടി നൽകുമ്പോൾ ഈ തക്കത്തിന് വരുണിന്റെയും പ്രിയങ്കയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നിരിക്കുന്നതിന് വേണ്ടി വേഗം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തുകയാണ് രാധിക. അവിടുത്തെ പൂജാരിയെ കണ്ട് ഒരു വഴിപാട് നടത്തണമെന്ന് പറഞ്ഞതും പൂജാരി ചോദിച്ചു, അല്ല, ദേവനാരായണ തിരുമേനിയുടെ മോൾ ഇവിടേക്ക് വന്നിരിക്കുന്നതോ?
സാക്ഷാൽ ഭഗവാനോട് ദേവനാരായണ തിരുമേനി ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് നടത്തി തരാതിരിക്കുവോ കൃഷ്ണ ഭഗവാൻ? അങ്ങനെയുള്ള സമയത്ത് ഇവിടെ വന്ന് പൂജ കഴിപ്പിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ നാരി പറഞ്ഞു, അത് പിന്നെ അച്ഛന് വയ്യ, അതുകൊണ്ടാണ് അച്ഛൻ എന്നെ ഇവിടേക്ക് പറഞ്ഞയപ്പിച്ചത്. മാത്രമല്ല എൻ്റെ അനുജത്തിയുടെയും അവളുടെ ഭർത്താവിൻ്റെയും കാര്യത്തിൽ ഒരു പൂജ നടത്താൻ വേണ്ടിയാണ്. അത് വൈകിക്കണ്ടെന്നും അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടേക്ക് പ്രത്യേകം പറഞ്ഞയച്ച് പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ തിരുമേനി പറഞ്ഞു, എന്തായാലും ദേവനാരായണ തിരുമേനി പറഞ്ഞതല്ലേ, അത് എനിക്ക് തന്നെ ഭാഗ്യമാണ്, എൻ്റെ തന്നെ ഭാഗ്യം. എന്തായാലും കുട്ടി തിരുമേനി പറഞ്ഞതുകൊണ്ട് ഞാൻ പൂജ നടത്താം എന്ന് പറഞ്ഞു. അവരുടെ നാളുകൾ അന്വേഷിച്ചു. പ്രിയങ്കയുടെയും വരൻ്റെയും നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ രാധിക ആ ക്ഷേത്രത്തിൽ നിന്നു. അപ്പോഴാണ് പ്രിയങ്കയുമായി വരുൺ സംസാരിച്ചത്. പ്രിയങ്ക വരുണിനോട് ചോദിച്ചു, അതെ, നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചെന്താണെന്ന് അറിയാവോ? എല്ലാവരും എന്നെ ഒരു പെരുങ്കള്ളിയാക്കിയാണ് അവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നത്, അതറിയുവോ? ഇനിയും അങ്ങനെ ഒരു അപമാനം സഹിച്ച് ഞാൻ അവിടേക്ക് വരണമെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, അതെ, ആരും അറിയാതെ തനിക്ക് പോകത്തില്ലായിരുന്നോ? ഉടനെ പ്രിയങ്ക പറഞ്ഞു, എനിക്കിത് സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അത്ര വലിയ വൈഭവമൊന്നുമില്ല കള്ളത്തരം കാണിക്കാൻ എന്ന് വരുണിനോട് പ്രിയങ്ക അറിയിച്ചു. ഉടനെ വരുൺ പറഞ്ഞു, എടോ, അവിടെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛനാകെ വയ്യാതായി. ഇപ്പോൾ അച്ഛൻ മടങ്ങിയെത്തിയപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടത് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നതാണ്. അതുകൊണ്ട് തന്നെ താനൊരു സഹായം ചെയ്യണം, എൻ്റെ കൂടെ കടമംഗലത്തേക്ക് മടങ്ങി വരണം. അപ്പോഴും പ്രിയങ്ക പറഞ്ഞു, ഒരിക്കലുമില്ല, എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം അത് എത്രത്തോളമാണെന്ന് വരുൺ അറിയില്ല. അതുകൊണ്ട് തന്നെ വരുൺ പറഞ്ഞ കാര്യമൊന്നും ഇപ്പം എനിക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, എനിക്കൊരു അബദ്ധം സംഭവിച്ചു, അത് ശരി തന്നെയാണ്, പക്ഷേ ഞാൻ തനിക്ക് വാക്കു തരുന്നു, നമുക്കിടയിലുള്ള ഒരു നിബന്ധനകളുണ്ടല്ലോ, ആ കണ്ടീഷൻസ് അത് ഞാൻ പാലിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അത് അന്നത്തെ കണ്ടീഷനല്ലേ, എനിക്കിപ്പോൾ കണ്ടീഷൻസ് കുറച്ചുകൂടി കൂടുതലുണ്ട്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടിലും കൂടുതൽ തുക നൽകേണ്ടി വരും. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പോവുകയാണ്, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് കുറേ പണം ആവശ്യമാവും, അതെനിക്ക് തരണം. പിന്നെ വെറുതെ വേണ്ട, പണം ഹിറ്റായി കഴിയുമ്പോൾ അതിന് പിരിച്ചു കിട്ടുന്ന പണം നിങ്ങൾക്ക് പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞു. പിന്നെ ഇതെൻ്റെ ഒരു ആവശ്യമാണെന്ന് അറിയിച്ചതും വരുൺ പറഞ്ഞു, അതേ ഉള്ളോ, അത് ഞാൻ ചെയ്തു തരാം. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, ഇത് മാത്രമല്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഞാനതിന് കണിമംഗലത്താണെങ്കിൽ ഇവിടെയാണെങ്കിലും ഞാൻ അതിന് പോകും. നീ അവിടെ വെച്ചാൽ പോകുന്നതെങ്കിൽ അത് ആരും എന്നെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ പാടില്ല, എന്താ പറ്റുമോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് എനിക്ക് സിനിമ ചെയ്യണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പോകാം, അതിന് ഞാൻ യാതൊരു എതിർപ്പും പറയുന്നില്ല. പിന്നെ പണത്തിന്റെ കാര്യം അതും താൻ ആവശ്യപ്പെടുന്നത് തന്നെ ഞാൻ തരാം, ഒരു സിനിമ പിടിക്കാനുള്ള ഞാൻ നൽകാം എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും വീണ്ടും പ്രിയങ്ക പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് വളരെ അപമാനിതയായിട്ടാണ്, എന്നാൽ ഇനി ഞാൻ തിരിച്ചു വരുന്നത് അതിനൊക്കെ എല്ലാത്തിനും എനിക്ക് നേരെയുണ്ടായ അപമാനത്തിനും കുറ്റപ്പെടുത്തലിനും എല്ലാം പരിഹാരം കണ്ട് തലയുയർത്തി തന്നെ എനിക്ക് കണിമംഗലത്തേക്ക് മടങ്ങിയെത്തണം. അതിനെന്താ വേണ്ടതെന്ന് വരുൺ തന്നെ ചെയ്യണം, എന്താ സമ്മതമാണോ എന്ന് പ്രിയങ്ക ചോദിച്ചു. അത് കേട്ടതും വരുൺ പറഞ്ഞു, ശരി, സമ്മതം, അതും ഞാൻ ചെയ്യാം എന്ന് വരുൺ പ്രിയങ്കയ്ക്ക് വാക്ക് നൽകുന്നു. എങ്കിൽ കുഴപ്പമില്ല, ഞാനേ വീട്ടുകാരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്ക വേഗം അകത്തേക്ക് പോന്നു. ഈ സമയത്ത് രാധിക പ്രിയങ്കയ്ക്കും വരുണിനും വേണ്ടി നടത്തിയ പൂജയുടെ പ്രസാദം വാങ്ങിച്ചു. അപ്പോഴേക്കും പൂജാരി പറഞ്ഞു, അതെ, ഇതിലൊരു ചരടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഇവിടെ പൂജ നടത്തുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചരടാണത്. ഈ ക്ഷേത്രത്തിലൊരു പ്രത്യേകതയാണ്, ഈ ചരട് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ പിന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ പിരിക്കാൻ ആർക്കും തന്നെ ആവില്ല, അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതും രാധിക അത് വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ തിരുമേനി എന്ന് രാധിക വാക്ക് നൽകി അവിടെ നിന്ന് പ്രാർത്ഥനയോടെ മടങ്ങുന്നു.